ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്നാണ് പലരും പറഞ്ഞിരുന്നത്. അപ്പോഴും വിദേശകാര്യ വിദഗ്ധർ പറഞ്ഞത് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിൻ്റെ രാജ്യമാണ് വലുത്, അല്ലാതെ ഇന്ത്യ സ്നേഹവും അല്ല ഇസ്രയേൽ സ്നേഹമെന്ന് അദ്ദേഹത്തിനില്ല. തൻ്റെ രാജ്യത്തെ മുകളിൽ എത്തിക്കൂ എന്ന ചിന്ത മാത്രം. അതിപ്പോൾ ഇന്ത്യക്കാർക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതികവുമായി മുന്നിൽ നിൽക്കുന്ന ആപ്പിൾ ഉൾപ്പെടെയുള്ള അത്തരം കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തനം നിർത്തണമെന്നാണ്, അവരുടെ ഉൽപ്പാദനം നിർത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രംപിൻ്റെ ഒരു വിരട്ടലാണ്. ട്രംപിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ട്രംപിന് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതിനേക്കാളും ട്രംപ് ഒരു നല്ല കച്ചവടക്കാരനാണ്. ഏത് കച്ചവടത്തിലും ലാഭം ആണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അത് ആപ്പിൾ ഐഫോണിൻ്റെ നിർമ്മാണത്തിലാണെങ്കിലും ശരി, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും, ആയുധ കച്ചവടത്തിലാണെങ്കിലും, ഉഭയകക്ഷി ചർച്ചകളിലാണെങ്കിലും, തീരുവ ചുമത്തുന്നതിലാണെങ്കിലും എന്തിലും ട്രംപ് ദമ്പടി കാണുന്ന ഒരുത്തനാണ്. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും തട്ടണം പണം. ഈ ഒരു പഴഞ്ചൊല്ല് ശരിക്കും അതിൻ്റെ ഒരു ആൾരൂപമാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ട്രംപിന് ലാഭം മാത്രമേ ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും, ഇന്ത്യക്ക് വലിയ മെച്ചമാണ് എന്നൊക്കെ ഒരു കൂട്ടർ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ട്രംപിനെ നല്ലവണ്ണം അറിയുന്ന ആൾക്കാർ പറഞ്ഞു, അത് വേണ്ട, ട്രംപിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ട്രംപുമായിട്ട് നല്ല ബന്ധമൊക്കെ ആണെങ്കിലും നരേന്ദ്രമോദിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് എന്താ? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പക്ഷേ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വലിയ പ്രയാസമാണ്, നെഗോഷിയേഷൻ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്. എ ടഫ് നെഗോഷിയേറ്റർ എന്നാണ് മോദിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. അതായത് മോദിയും ട്രംപിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല. ഒരു ഗുജറാത്തി കച്ചവടക്കാരൻ്റെ എല്ലാ സ്വഭാവവും, എല്ലാ തന്ത്രങ്ങളും, കൗശലങ്ങളും, സൂത്രങ്ങളും കൈവശമുള്ള ഒരാളാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ഈ അരവും കൂടെ ചേർന്നാൽ കിന്നരമാകും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ട്രംപും മോദിയും തമ്മിൽ ചേർന്നാലും സംഭവിക്കുക. ഇതിൽ ആര് ജയിക്കും ആര് തോക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴിതാ ഈ ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള വാസ്തവത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ അമേരിക്ക വ്യാപാര ധനക്കമ്മി നേരിടുന്നുണ്ട്. അത് സത്യമാണ്. കാരണം അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് നമ്മൾ വലിയ തീരുവകൾ വച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇത്രയും തീരുവ, ടാക്സ് അവർ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ന്യായമായ വിട്ടുവീഴ്ച ഇന്ത്യ ചെയ്യും എന്നാണ് ട്രംപിൻ്റെ പ്രതീക്ഷ. എന്തായാലും അതൊക്കെ ഇനിയിപ്പോൾ ഈ വർഷം അവസാനത്തോടു കൂടിയാണ് അതിൻ്റെ കരാറുകൾ നിലവിൽ വരിക. അതിൻ്റെ ചർച്ചയ്ക്കായിട്ടാണല്ലോ JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്ത്യ സന്ദർശിച്ചത്. അദ്ദേഹം സന്ദർശിച്ചിരുന്ന വേളയിലാണല്ലോ ഈ പഹൽഗാമിൽ ഒരു സംഘർഷമുണ്ടായ, ഒരു ആക്രമണം ഉണ്ടായത്. എന്തായാലും ശരി, ഇപ്പോൾ ചൈനയുമായിട്ട് ട്രംപിന് വലിയ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ചൈനയ്ക്ക് വലിയ തോതിൽ തീരുവകൾ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അതൊക്കെ പിൻവലിച്ചു, അതൊക്കെ വളരെ വീണ്ടും കുറച്ചു. അപ്പോൾ ചൈനയുമായിട്ട് ട്രംപിന് ഒരു മഞ്ഞുരുക്കം സാധ്യമായിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചും ഈ അമേരിക്കയെ പിണക്കാൻ ചൈനയ്ക്ക് സാധ്യമല്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയോട് തിരിച്ച് അമേരിക്കയ്ക്ക് അത്തരത്തിലുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ കടപ്പാടൊന്നുമില്ല. ചൈനയ്ക്ക് അതേസമയം അമേരിക്കയെ പിണക്കാൻ സാധിക്കില്ല. അമേരിക്ക പിണങ്ങിയാൽ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വലിയ അളവ് വരെ അവിടെ കെട്ടിക്കിടക്കും. അത് ചൈനയിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് വലിയ തോതിൽ തൊഴിലവസരങ്ങളുണ്ട്, വലിയ തോതിൽ കയറ്റുമതി നടക്കുന്നു, അതിൽ നിന്ന് വലിയ വരുമാനവും ചൈനയ്ക്ക് കിട്ടുന്നു. അത് ഒറ്റയടിക്ക് നിന്നുപോയാൽ അത് വലിയ അപകടമാണ് ചൈനയ്ക്ക് വരുത്തുക. അതുകൊണ്ട് ചൈന അമേരിക്കയുമായിട്ട് എപ്പോഴും സൗഹാർദ്ദത്തിൽ തന്നെ കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് ചൈനയെ പോലെ അങ്ങ് ഈ കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴയുന്ന ശീലം ഇന്ത്യക്കില്ല ഇക്കാര്യത്തിൽ. കാരണം ഇന്ത്യ അങ്ങോട്ട് വ്യാപാരം ചെയ്യുന്നത് പോലെ തന്നെ അമേരിക്ക ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് അമേരിക്കയ്ക്കും ആവശ്യമാണ് ഇന്ത്യൻ വിപണി. ഈ ചൈനയെ സംബന്ധിച്ച് ഈ ചൈനയുടെ വലിയ വിപണി അമേരിക്കയ്ക്കായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. ഇന്ത്യ അങ്ങനെയല്ല, ഇന്ത്യയുടെ വിപണി അമേരിക്കയ്ക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞതുപോലെ
ഇന്ത്യ വയ്ക്കുന്ന കണ്ടീഷനുകൾക്ക് തിരിച്ച് അമേരിക്കയും കണ്ടീഷൻ വയ്ക്കുമെന്നേ ഉള്ളൂ. ഒറ്റയടിക്ക് ചൈനയോട് കാണിച്ചതുപോലെ എന്തുകൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് എതിരെ ഇത്രയും തീരുവ ഉയർത്തിയില്ല? എന്നാൽ അതേസമയം ഇന്ത്യൻ തീരുവ ഉയർന്നു തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മറിച്ച് അമേരിക്ക എന്തുകൊണ്ട് ആ തീരുവ ഉയർത്തിയില്ല? അപ്പോൾ ഇന്ത്യയുമായിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി കലഹിക്കാൻ ട്രംപിന് സാധിക്കില്ല. ട്രംപിലെ കച്ചവടക്കാരന് അത് ഒട്ടും തന്നെ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഈ ആപ്പിൾ ഐഫോണിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കൂടുതൽ മുതൽ മുടക്കരുതെന്നും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കരുതെന്നും ഒക്കെ ട്രംപ് പറയുന്നത് ഒരു വിരട്ടാണ്. അതായത് സൂത്രത്തിൽ വിരട്ടി ഒന്ന് കാര്യം നേടാൻ. ഈ ട്രംപിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലായല്ലോ. ട്രംപ് അത്യാവശ്യം അദ്ദേഹത്തിന്റെ ഈ തുടർച്ചയായി തന്നെ നിലപാടുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഒന്നെങ്കിൽ വിരട്ടുക, അല്ലെങ്കിൽ ആരെങ്കിലും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ അത് ഞാനാണ് ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായി. ഈ ട്രംപിനെ സംബന്ധിച്ച് ഈ വിരട്ടൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥായിയായ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ മാറിയ ലോകക്രമമാണ്. അവിടെ പറഞ്ഞതുപോലെ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. പണ്ട് യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. എന്താ സംഭവിച്ചത്? റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അതും ഇന്ത്യൻ രൂപ കൊടുത്ത്. മറ്റേ ഡോളറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ പ്രശ്നം. സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള GCCയിൽ എവിടെ നിന്നെങ്കിലും നമ്മൾ എണ്ണ വാങ്ങുകയാണെങ്കിൽ അത് ഡോളറിലേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. മറിച്ച് നമുക്കത് വേണ്ട, നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങാം, ഇന്ത്യൻ രൂപ കൊടുത്ത് വാങ്ങാം. അവർ ഇന്ത്യൻ രൂപ അക്സെപ്റ്റ് ചെയ്യും. പണ്ട് ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങാൻ നിന്നതാണ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. അന്ന് അമേരിക്ക അത് വിരട്ടി അതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിച്ചു. പക്ഷേ ഇന്ന് നരേന്ദ്രമോദിയുടെ അടുത്ത് ആ വിരട്ടൊന്നും നടക്കില്ല. മൻമോഹൻ സിംഗിനെ വിരട്ടാൻ പറ്റും, പക്ഷെ മോദിയെ വിരട്ടാൻ പറ്റില്ല. മോദി അതിനൊന്നും നിന്ന് കൊടുക്കില്ല. മോദി ചിരിച്ചുകൊണ്ട് പണി തിരിച്ചു വെച്ചു കൊടുക്കും. അതാണ് മോദിയുടെ ശൈലി. മോദി പിണങ്ങില്ല, പക്ഷേ ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ച് അതുപോലത്തെ ഒരു പണി അങ്ങോട്ട് വെച്ചു കൊടുക്കും. അതിന് മിടുക്കനാണ് മോദി. അതിനുള്ള ശക്തിയും കരുത്തും ഒക്കെ മോദിക്കുണ്ട്. നമ്മൾ റഷ്യക്കെതിരെ ഉപരോധം വന്നപ്പോൾ നമ്മൾ റഷ്യയെ സഹായിച്ചു. മൊത്തം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ 30%, ക്രൂഡ് ഓയിലിൻ്റെ 30% നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെ ഉപരോധം എന്ന് പറഞ്ഞ് കാറ്റുപോയ ബലൂൺ പോലെ ആയിപ്പോയി. റഷ്യ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ത്യ ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കാനുള്ള വകുപ്പ് ഇന്ത്യക്ക് അറിയാം. അതുകൊണ്ട് ഈ ആപ്പിളിൻ്റെ ഐഫോൺ മേധാവിയെ വിളിച്ചിട്ട് വിരട്ടി ഇന്ത്യയിൽ നിന്ന് അധികം ഉൽപ്പാദനമൊന്നും വേണ്ട, ഇന്ത്യ നമുക്ക് വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപിന് പറയാമെന്നേ ഉള്ളൂ. ഒരു ആപ്പിൾ ഐഫോൺ പോയാൽ അപ്പുറത്ത് മറ്റേതെങ്കിലും ഒരു ഐഫോൺ ഇന്ത്യ ചിലപ്പോൾ ഒരുപക്ഷെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെന്നിരിക്കും, അതിനേക്കാൾ ചിലവ് കുറഞ്ഞു. കാരണം ഇന്ന് ഇന്ത്യ അത്തരത്തിലുള്ളൊരു കുതിച്ചു ചാട്ടം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളാരും കരുതിയിരുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പാക് സംഘർഷത്തിൽ നമുക്ക് മനസ്സിലായ കാര്യം, തദ്ദേശീയമായിട്ട് ഇത്രയധികം ആയുധങ്ങൾ നമ്മൾ വികസിപ്പിച്ചു എന്നുള്ളത് സത്യത്തിൽ ഒരു അത്ഭുതാവഹമായ കാര്യമാണ്. ആരും വിശ്വസിച്ചില്ല. എനിക്ക് പോലും ഈ ഒരർത്ഥത്തിൽ പല കാര്യങ്ങളും ഈ വിശ്വസിക്കാൻ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ്. ഇത് മായയോ മന്ത്രമോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ. സൈനിക മേധാവി പറഞ്ഞ ലെയർ പോലെയാണ് പ്രതിരോധ സംവിധാനം. ഒരു ലെയറിൽ നിന്ന് അടുത്ത ലെയറിലേക്ക് അതങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ്. കാരണം ഈ റഷ്യ നൽകിയ S-400 ഉക്രൈൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അവിടെ അതിന് വലിയ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതേ സാധനമാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ മികച്ച പ്രകടനമാണ് അത് കാഴ്ചവെക്കുന്നത്. ഉക്രൈനേക്കാളും വലിയൊരു സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഉക്രൈൻ്റെ കയ്യിൽ ഒരു ചുക്കുമില്ല. ഈ അമേരിക്കയും റഷ്യയും യൂറോപ്യൻ യൂണിയനും ഒക്കെ കൊടുത്ത സാധനം വെച്ചിട്ടാണ് റഷ്യ അടിക്കുന്നത്. അത് വാസ്തവം പറഞ്ഞ റഷ്യയുടെ കൂലിപ്പട്ടാളമാണ് അവിടെ പോയി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നത്, റഷ്യൻ പട്ടാളം പോലും അല്ല. എങ്കിലും റഷ്യയ്ക്കും ചില കേടുപാടുകളൊക്കെ സംഭവിച്ചു. ഡ്രോൺ ആക്രമണം ഉണ്ടായി, മിസൈൽ പതിച്ചു, ഒക്കെ ഉണ്ടായി. അതിനെ തടയാൻ റഷ്യക്ക് പെട്ടെന്ന് പറ്റിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്, നമുക്കറിയില്ല. പക്ഷെ അതേ ആയുധം, അതേ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ട് അത് പാകിസ്ഥാൻ നിന്ന് വന്ന ആക്രമണത്തെ നമുക്ക് തടയാൻ അതിനെ കൊണ്ട് അവിടെയാണ് ഈ ലെയറിന്റെ കാര്യം പറയുന്നത്. അങ്ങനെ ഒരു S-400 മാത്രമല്ല, ആകാശ് ഉൾപ്പെടെയുള്ള നിരന്തരം കാരണം ഈ S-400 ഭേദിച്ചു വരുന്നത് ചിലപ്പോൾ ആകാശ് പിടികൂടും. ആ രീതിയിലുള്ള ലെയർ പോലെ ഉള്ളതായാണ് തീർച്ചയായും. അവിടെയാണ് ഇന്ത്യയുടെ മിടുക്ക്. അതുകൊണ്ട് ട്രംപ് ഈ വലിയ വിരട്ടലൊന്നും ഇന്ത്യയുടെ അടുത്ത് നടത്തരുത്. അത് നടത്തിയാൽ അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ദോഷം ചെയ്യുന്നത്. കാരണം ഇന്ത്യക്ക് അമേരിക്കൻ വിപണിയെ അത്ര കണ്ട് ആവശ്യമില്ല, പക്ഷേ അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയെ വലിയ തോതിൽ ആവശ്യമുണ്ട്. ഈ ഒരു താരതമ്യം
ട്രംപ് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. അത് വെച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ട്രംപിനായിരിക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കായിരിക്കും ഒരു പക്ഷേ നഷ്ടം. കാരണം നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ പഴയ ഇന്ത്യ അല്ല, ഇത് പുതിയ ഇന്ത്യയാണ്. അത് എല്ലാവരും ഓർക്കണം. അദ്ദേഹം പറഞ്ഞ യൂറോപ്യൻ യൂണിയനോടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും നിങ്ങൾ ഉപദേശിക്കാൻ വരണ്ട, പങ്കാളികളാകാൻ വരികയാണെങ്കിൽ ഓക്കെ, ഞങ്ങളുമായിട്ട് കൂട്ടുചേരാൻ, ഞങ്ങളുടെ തോളിൽ കൈയിട്ട് ഒപ്പം നിൽക്കാനാണെങ്കിൽ സ്വാഗതം. നിങ്ങൾ ഉപദേശിക്കാനാണെങ്കിൽ അതും കയ്യിൽ വെച്ച് അവിടെ ഇരുന്നാൽ മതി. അതുകൊണ്ട് ട്രംപിനോടും ഇന്ത്യ പറയാതെ പറഞ്ഞതാണത്. വാസ്തവത്തിൽ യൂറോപ്യൻ യൂണിയന് മാത്രം നൽകിയ ഉപദേശമല്ല, ഒരു വശത്ത് ട്രംപിനോടും മറുവശത്ത് ചൈനയോടും ഇതേ നാണയത്തിൽ തന്നെ, ഈ അർത്ഥത്തിൽ തന്നെ അത് എടുത്തുകൊള്ളണം എന്നാണ് നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ വിരട്ടൽ നാടകമൊന്നും ഇന്ത്യയോട് വേണ്ട. അത് വലിയ തോതിലൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഇന്ത്യക്ക് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം.